ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീസൺ 2 21ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുൺ വരുന്നത് കണ്ട് കുഞ്ഞു ഓടി വന്നിട്ട് പറയും, അച്ഛാ മാളിലേക്ക് പോകാം. അങ്ങനെ തരുൺ സമ്മതിക്കുന്നുണ്ട് പോവാൻ. വേദയാണെങ്കിലോ മോള് ചോദിച്ച ചോദ്യങ്ങളൊക്കെ വേദയുടെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ വേദ നേരെ ഹാളിൽ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. വേദ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോൾ അമ്മ ചോദിക്കുക, എന്ത് പറ്റി? അല്ല, ഞാൻ ഗൗരിമോളോട് ചെയ്തതൊക്കെ തെറ്റാണോ? അതെന്താ ഇപ്പം അങ്ങനെ തോന്നാൻ? അല്ല, അവളോട് സംസാരിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം. ഞാൻ അവളെ പറ്റിക്കായിരുന്നു എന്നൊരു തോന്നൽ. കുറേ കഴിയുമ്പം അവൾ എല്ലാം അറിയുമ്പം അവളുടെ അമ്മ ഒരു മോശം സ്ത്രീയായിരുന്നു എന്ന് വിചാരിക്കും അവൾ. എന്താ ഇപ്പം അങ്ങനെയൊക്കെ തോന്നാൻ മോളെ എന്ന് ചോദിക്കുമ്പോൾ പറയും, അവളുടെ ശരിക്കുള്ള അച്ഛനെ മറച്ചു വെച്ച് മറ്റൊരു അച്ഛനെ കാണിച്ചു കൊടുത്ത് വളർത്തുകയായിരുന്നില്ലേ അവൾ എന്ന് വിചാരിക്കില്ലേ? കഴിഞ്ഞ 5 വർഷം ഇല്ലാതിരുന്ന ഒരു തോന്നൽ ഇപ്പം എന്തേ ഉണ്ടാവാൻ എന്ന് അമ്മ ചോദിക്കുമ്പോൾ പറയും, അത് എനിക്ക് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നൊരു തോന്നലാണമ്മേ. മോളത് ചെയ്തത് മോളുടെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? നീ ചെയ്ത അതേ കാര്യം തന്നെയല്ലേ ഞാനും ചെയ്തത്. അവൻ്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചത് ഞാനും കൂടെ അല്ലേ? നീയും ഞാനും ചെയ്തത് ശരിയാണ് മോളെ. അമ്മ എന്ന നിലയിൽ നമ്മൾ 2 പേരും ചെയ്തത് തെറ്റല്ല. നീ നിൻ്റെ സ്വന്തം കാലിൽ നിൽക്കണമെന്നേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇപ്പം അതായി. ഇനി നിനക്ക് എപ്പോൾ വേണമെങ്കിലും തരുണിൻ്റെ അടുത്ത് സത്യങ്ങൾ തുറന്ന് പറയാം. എനിക്കിപ്പോൾ എന്നെയോ എൻ്റെ മോളെ ഓർത്തല്ല അമ്മയെ പേടി. ഇതൊക്കെ അറിയുമ്പം തരുൺ എങ്ങനെ മറികടക്കും എന്നാലോചിച്ചിട്ടാ. അതറിയില്ല മോളെ. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, അവൻ നിന്നെയോ നിൻ്റെ മോളെയോ വെറുക്കില്ല. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗൗരിമോൾ ഓടി വന്നിട്ട് പറയും, എല്ലാവരും റെഡി ആയിക്കോ, അച്ഛൻ മാളിലേക്ക് പോവാൻ സമ്മതിച്ചു. അന്നേരം അമ്മ പറയും, എൻ്റെ മുത്തേ, അച്ഛമ്മയില്ല, അത് പറ്റില്ല, എല്ലാവരും വേണം എന്ന് പറഞ്ഞ് കുഞ്ഞ് വാശി പിടിക്കുമ്പം തരുൺ പറയും, മോളുടെ ഒരു ആഗ്രഹമല്ല അമ്മേ, നമുക്ക് എല്ലാവർക്കും പോകാം. ആ സമയത്ത് വേദമൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ തരുൺ ചോദിക്കും, താനെന്താടോ ഇങ്ങനെ ഇരിക്കുന്നത്? മീറ്റിങ്ങിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണോ? അവിടെ തൻ്റെ സ്റ്റാൻഡായിരുന്നു ശരി, ഞാനത് എല്ലാവരുടെ അടുത്തും പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും എല്ലാവരും മാളിലേക്ക് പോകാൻ റെഡിയായിക്കോ എന്ന് പറഞ്ഞിട്ട് കിരൺ റെഡിയാവാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ സമയത്ത് ഗൗരിമോൾ, അച്ഛമ്മ എഴുന്നേറ്റ് വേഗം എന്നെ കുളിപ്പിച്ച് താ വാ എന്നും പറഞ്ഞിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് വിശ്വത്തിൻ്റെ വീടാണ്. അവിടെ അപ്പുമോള് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് രാത്രി സൈക്കിൾ എടുത്തിട്ട് അങ്ങനെ കടന്നു വരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓടി വന്നിട്ട് ശ്രീജയോട് ചോദിക്കും, അമ്മയെ ചെറിയച്ഛൻ എവിടെ? മുറിയിലുണ്ട്. അപ്പോഴേക്കും വിക്രം അവളുടെ സൗണ്ട് കേട്ടിട്ട് വിക്രവും പുറത്തേക്ക് വരും. അങ്ങനെ 2 പേരും കെട്ടിപ്പിടിക്കുകയാണ് സന്തോഷം കൊണ്ട്. അങ്ങനെ അപ്പുവിനെ നോക്കിയിട്ട് വിക്രം പറയും, അപ്പുവിൻ്റെ കുഞ്ഞിലെ ചായ ആകെ മാറി. അപ്പോൾ അപ്പു പറയാണ്, ചെറിയച്ഛനൊരു മാറ്റമില്ല, ക്ലാസ് കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചെറിയച്ഛനെ കൂട്ടാൻ ഞാനും വന്നേനെ. അന്നേരം വിക്രം പറയും, കൂട്ടിക്കൊണ്ടുവരാൻ പറ്റിയത് അത്ര അഭിമാനിക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ലല്ലോ. ആര് പറഞ്ഞു? ഇല്ലാത്ത തെറ്റിൻ്റെ പേരിൽ തെളിവുണ്ടാക്കി അകത്തിട്ടത് സർക്കാരല്ലേ? അപ്പോൾ തെറ്റുകാർ സർക്കാരല്ലേ? അപ്പോൾ അവിടെ വരുന്നതിൽ എന്തിനാണ് എനിക്ക് നാണിക്കേണ്ട അഭിമാനക്കുറവൊക്കെ? അല്ല അമ്മേ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയും, അല്ല, നീ ആൾ കൊള്ളാമല്ലോ. അപ്പോൾ ശ്രീജ പറയാണ്, അവളുടെ വായാടിത്തരം നീ കേൾക്കാൻ പോകുന്നേ ഉള്ളൂ. ചിലപ്പോൾ ഇവൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ വേദയെ ഓർമ്മ വരും എന്ന് ശ്രീജ പറയുമ്പോൾ മോള് പറയാണ്, വേദച്ചെറിയമ്മയുടെ വിവരവും കഴിവൊന്നും എനിക്കില്ല, അത് ഇവർ വെറുതെ പറയുന്നതാ. എന്നിട്ട് അപ്പോൾ മോള് പറയും, ഇനിയാണ് ചെറിയച്ച ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടത്. വേദച്ചെറിയമ്മയെ ആദ്യം കണ്ടെത്തണം. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അച്ചാച്ചൻ്റെ വീട്ടിൽ താമസിച്ചിരുന്ന പോലെ നമുക്ക് അടിച്ചു പൊളിച്ച് താമസിക്കണം. അന്നേരം ശ്രീജ പറയും, അതൊക്കെ നമുക്ക് ആലോചിക്കാം. നീ ആദ്യം കുളിച്ച് വേഷം മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അങ്ങനെ മോള് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ മോള് പോയതിന് ശേഷം വിക്രം ചോദിക്കും, മിടിക്കുകയാണല്ലോ അച്ഛ അവൾ? അതെ, എനിക്ക് വയ്യാതിന് ശേഷം അവൾ എന്നെ നിർബന്ധിച്ച് ഈ മുറിയിൽ കിടത്തി. ഇത് അവളുടെ മുറിയായിരുന്നു. ഇപ്പോൾ അവളുടെ കിടത്തം ഹാളിലാണ്. വിശ്വവും ശ്രീജയും പുറത്തേക്കൊന്നും കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അവരിപ്പം. എൻ്റെ പെൻഷൻ പൈസ എടുക്കാൻ പറഞ്ഞാൽ അതും അവർ കേൾക്കില്ല. അധ്വാനിക്കാൻ തുടങ്ങിയപ്പം അതേ അങ്ങേയറ്റം ആയി. അതൊക്കെ കേൾക്കുമ്പോൾ വിക്രം പറയും, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാനും കൂടെ ഇവിടെ നിൽക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടാവില്ല അച്ഛാ? ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയാലോ എന്ന് വിക്രം ചോദിക്കുമ്പോൾ മാഷ് പറയും, ഇവരെ ബുദ്ധിമുട്ടിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇനി നിൻ്റെ കൂടെ അല്ലാതെ ഇനി എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വിക്രത്തിനെ ചേർത്ത് പിടിക്കുകയാണ് മാഷ്. പിന്നീട് കാണിക്കുന്നത് തരുണും വേദയും കുഞ്ഞും എല്ലാവരും കൂടെ മാളിൽ നിന്ന് തിരികെ വരികയാണ്. അപ്പം തരുൺ കുഞ്ഞിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, വേദമോളെ, മോൾക്ക് ഗെയിംസൊക്കെ ഇഷ്ടമായോ? നല്ല ഇഷ്ടമായി അച്ഛാ, കൂടുതലും ഇഷ്ടമായത് എനിക്ക് കാർ റേസിംഗ് ആണ്. അത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, അല്ലെങ്കിലും മോൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഗെയിമിനോടാണ് കൂടുതൽ ഇഷ്ടം, പെൺകുട്ടികൾ കളിക്കുന്ന ഗെയിംസിനോടൊന്നും അവൾക്ക് ഇഷ്ടമില്ല. അപ്പോൾ തരുൺ പറയുന്നുണ്ട്, അല്ലെങ്കിലും ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കളിക്കുന്ന ഗെയിംസ് അങ്ങനെയൊന്നും ഇല്ല അമ്മേ,
അപ്പോൾ അമ്മ പറയാണ് അല്ലേലും അച്ഛൻ്റെ സ്വഭാവം മോൾക്ക് കിട്ടിയത്. അപ്പോൾ വേദ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുകയാണ്. പെട്ടെന്ന് വിക്രത്തിനൊക്കെ ഓർമ്മ വരികയാണ് വേദയ്ക്ക്. അന്നേരം ഗൗരിമോള് തരുണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അമ്മ എപ്പോഴും എന്താ പിന്നിലിരിക്കുന്നത്? സ്കൂളിൽ വിടുമ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരൊക്കെ മുൻസീറ്റിലാണല്ലോ ഇരിക്കുന്നത്. അത് കേൾക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, അയ്യോ അമ്മയ്ക്ക് ഫ്രണ്ടിലിരുന്ന് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് നിർത്തുകയാണ്. ആ സമയത്ത് ദേവരാജൻ്റെ ഗുണ്ടകൾ വണ്ടിയിലായിട്ട് ഇങ്ങനെ അവരെ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അത് തരുണിൻ്റെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അങ്ങനെ ഗൗരിമോൾ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. തരുണാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ആ വണ്ടിയിലുള്ളവർ അവരെ ആക്രമിക്കാൻ വരുന്നവരാണെന്ന് തരുണ് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ തരുൺ പറയുന്നുണ്ട്, വേദ കുഞ്ഞിനെ പിടിച്ചിരുന്നോ എന്ന് പറഞ്ഞിട്ട് തരുൺ സ്പീഡിൽ വണ്ടി ഓട്ടുകയാണ്. ആ സമയത്ത് ബാക്കിലൂടെ വന്നിട്ട് വണ്ടി അവരെ ഇടിക്കുന്നുണ്ട്. മോളാണെങ്കിലോ പെട്ടെന്ന് എല്ലാവരും പേടിക്കുന്നുണ്ട്. മോൾ ആ സമയത്ത് ആകെ പേടിച്ച് മോളുടെ ബോധമൊക്കെ പോവുകയാണ്. ഇതേ ഒരു സമയത്ത് തന്നെ വിക്രം ഇങ്ങനെ സ്വപ്നം കാണുകയാണ്, ഒരു കുഞ്ഞിങ്ങനെ കരയുന്നത്. അങ്ങനെ വിക്രം പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ്. അപ്പോൾ മാഷി ചോദിക്കുന്നുണ്ട്, എന്താ വിക്രം എന്ന് ചോദിക്കുമ്പോൾ പറയും, ഞാൻ പെട്ടെന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട പോലെ. അന്നേരം മാഷി ചോദിക്കുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ ആരാ കരയാൻ എന്ന് ചോദിക്കുമ്പോൾ വിക്രം പറയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു കരച്ചിൽ കേൾക്കാറുണ്ട്. അമ്മ മരിച്ച അന്നായിരുന്നു ഞാൻ ആദ്യമായിട്ട് കേട്ടത്. പിന്നീട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ തുടങ്ങി. ആ കുഞ്ഞും എൻ്റെ മനസ്സിൽ ഇങ്ങനെ വളരാൻ തുടങ്ങി. ഒരു പക്ഷേ വേദയും ഞാനും സ്വപ്നം കണ്ട കുഞ്ഞ് എൻ്റെ ഉള്ളിൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ, ഒരു പക്ഷേ കാലം പോകുന്നതിനനുസരിച്ച് ആ കുഞ്ഞും എൻ്റെ മനസ്സിൽ വളരുമായിരിക്കും എന്നൊക്കെ വിക്രം പറയുമ്പോൾ മാഷ് പറയും, എനിക്കറിയാം, എങ്കിലും നമ്മൾ മനുഷ്യന്മാർക്ക് പൊരുത്തപ്പെട്ടിട്ടില്ലേ പറ്റൂ, കിടന്നുറങ്ങാൻ നോക്ക് നീ എന്ന് പറയുമ്പോൾ വിക്രം വെള്ളം കുടിക്കാനായിട്ട് നോക്കുമ്പോൾ ജഗ്ഗിൽ വെള്ളം ഉണ്ടായിരിക്കില്ല. അങ്ങനെ വിക്രം വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ഹാളിലേക്ക് പോകുമ്പോൾ അവിടെ അപ്പുമോള് ഹാളിൽ ഇങ്ങനെ സോഫയിൽ കിടക്കുന്നത് കാണുമ്പോൾ വിക്രത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമൊക്കെ വരുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ദേവരാജൻ്റെ വീടാണ് കേട്ടോ. അവിടെ ദേവരാജനും ഫാമിലിയായിട്ട് ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ആരോ ഇങ്ങനെ കോണിംഗ് ബെല്ല് അടിക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ ദേവരാജൻ്റെ ഭാര്യ അയാളെ വിളിച്ചുണർത്തിയിട്ട് ആരോ കോണിംഗ് ബെല്ല് അടിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ആരായിരിക്കും ഈ ഒരു സമയത്ത് എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും ദേവരാജൻ വാതിൽ തുറക്കുന്നത്. അങ്ങനെ വാതിൽ തുറന്ന് നോക്കിയതും കണ്ടത് തരുണിൻ്റെ മുഖമാണ്. അയാൾക്ക് തരുൺ ആ സമയത്ത് വന്നത് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ചോദിക്കും, എന്നെ വേണം? അതൊക്കെ പറയാന്നേ, ഷൂസ് ഊരണോ എന്ന് ചോദിച്ചിട്ട് തരുണ് പാൻറ് ഇങ്ങനെ പൊക്കുന്ന സമയത്ത് ആ സോക്സിൻ്റെ അടിയിൽ ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചത് ദേവരാജൻ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അന്നേരം ദേവരാജൻ ചെറുതായിട്ടൊന്ന് ഭയക്കുന്നുണ്ട്. അങ്ങനെ തരുണ് അയാളുടെ സമ്മതമൊന്നും ഇല്ലാതെ അകത്തേക്ക് കയറി വരികയാണ്. ആ സമയത്ത് ദേവരാജൻ്റെ ഭാര്യയും ഉണർന്നു വന്നിട്ടുണ്ടായിരിക്കും. പറയും, ആഹാ ചേച്ചി ഇവിടെ ഉണ്ടോ? അതേതായാലും നന്നായി. എന്തായാലും കുഞ്ഞിനെയും കൂടെ വേഗം വിളിക്ക്. മോളെ വിളിച്ച് ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടേ ചേച്ചി പോയി ഒരു ചായ എടുത്തിട്ട് വാ. അപ്പോഴേക്കും ഞങ്ങൾ കുറച്ച് സംസാരിച്ചിരിക്കാം, ചെല്ല് എന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ തരുൺ പറയാണ്, അപ്പോൾ ദേവരാജ, ഞാനിപ്പോൾ വന്നത് എന്തിനാണെന്ന് മനസ്സിലായി കാണുമല്ലോ. IPS കഴിഞ്ഞ് ആദ്യത്തെ പോസ്റ്റിംഗ് കഴിഞ്ഞ് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അന്നത്തെ കമ്മീഷണർ രാജേന്ദ്ര കൗർ എൻ്റെ കയ്യിൽ എടുത്തു വച്ചതാണ് ഈ ഒരു റിവോൾവർ. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പേടിപ്പിക്കാൻ സർക്കാർ തോക്ക് മതി, പക്ഷേ കളി ശരിക്കും തീർക്കാൻ ഇവൻ തന്നെ വേണം. പിന്നെ പലപ്പോഴായി ഒരുപാട് പേരുടെ കളി അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അന്നു മുതൽ ഇവനാണ് എൻ്റെ കളിക്കൂട്ടുകാരൻ. അപ്പോഴേ സമയം കിട്ടുമ്പം എന്നെ ഒന്ന് അന്വേഷിച്ചേക്കുണ്ടു. ഒരുപാട് ഫ്രണ്ട്സൊക്കെ ഉള്ളതല്ലേ, ദില്ലിയിൽ ഞാൻ എങ്ങനെയായിരുന്നെന്ന് അപ്പോൾ മനസ്സിലാവും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവരാജൻ്റെ ഭാര്യ കുഞ്ഞിനെയും കൊണ്ടുവരും. അങ്ങനെ കുഞ്ഞിനെ കാണുമ്പം തരുൺ പറയുന്നുണ്ട്, ആ മോള് വന്നോ? മോളെ വാ, മോളെ കാണാനാണ് അങ്കിള് വന്നത്. അത് സാറേ, മോള് കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ് എന്ന് പറയുമ്പോൾ തരുൺ പറയുന്നുണ്ട്, ആണോ? അപ്പോൾ എൻ്റെ മകള് അപാര ധൈര്യശാലിയാണെന്നാണോ ദേവരാജൻ പറയുന്നത്? അപ്പോൾ തരുൺ പറയാണ്, മക്കളൊക്കെ അല്ലെങ്കിലും പാവങ്ങളാണ് സാറേ, നമ്മൾ അവരെ ഒരിക്കലും ടാർഗറ്റ് ചെയ്യരുത്. പക്ഷേ ഒരാൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും തിരിച്ചും അങ്ങനെ തന്നെ ചെയ്യും. എന്നിട്ട് മോളോട് ചോദിക്കും, മോള് പേടിച്ചോ? അങ്കിള് വെറുതെ മോളെ കാണാൻ വന്നതാ, ഇനി പോയി കിടന്നുറങ്ങിക്കോട്ടോ. അപ്പോഴേക്കും അവരുടെ ഭാര്യ ചായ ഇട്ട് വരും. അങ്ങനെ അവരോട് കുഞ്ഞിനെയും കൊണ്ട് മുകളിലേക്ക് പോകാൻ പറയാണ്. ആ സമയത്ത് തരുൺ ചായ കുടിച്ചിട്ട് പറയും, പേടിച്ചോണ്ടായിരിക്കും, മധുരവും കുറവ്, പൊടിയും ഇട്ടിട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ ചായ ഇഷ്ടേ അല്ല, നല്ല മധുരത്തിൽ കുറുക്കി തിളപ്പിച്ചെടുക്കുന്ന ചായ എനിക്കിഷ്ടം എന്നും പറഞ്ഞിട്ട് തരുൺ നേരെ അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരിക്കും, അതിൻ്റെ മുകളിലൂടെ ഒഴിക്കുകയാണ്. എന്നിട്ട് ദേവരാജനെ നോക്കിയിട്ട് പറയും, ദർപ്പണം, ഇനിയും നീ
കഴിക്കാൻ ഇറങ്ങിയാൽ ചായ മാത്രമല്ല സദ്യ തന്നെ ഞാൻ ഉണ്ടാക്കി. പേടികൊണ്ട് നിന്റെ ഭാര്യ കൂട്ടുതെറ്റിച്ച് അതിൻ്റെ സ്വാദില്ലാതാക്കിയാൽ എൻ്റെ ദേവരാജ കുറച്ചധികം നീ ദർപ്പണം ചെയ്യേണ്ടി വരും എന്ന് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ തരുൺ പറയാണ്. അങ്ങനെ ആ ചായക്കപ്പ് ദേവരാജൻ്റെ കയ്യിൽ വെച്ചിട്ട് പറയും അപ്പോൾ വരട്ടെ എന്നും പറഞ്ഞിട്ട് തരുൺ അവിടുന്ന് പോകും. അതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അധികം വൈകാതെ മറ്റു എപ്പിസോഡുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.